2020 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരായ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യക്കായി സഞ്ജു കളിച്ചേക്കും. മലയാളി താരത്തെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തുന്നത് ആലോചനയിലുണ്ടെന്ന് ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ടക് പറഞ്ഞു. ഇരു ടീമുകളും ഇന്ന് മത്സരത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട പരിശീലനം നടത്തി. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 2 വർഷത്തിനിടെ ടീം ഇന്ത്യ കളിക്കുന്ന ഏറ്റവും സമ്മർദ്ദമേറിയ മത്സരമെന്ന് വേണമെങ്കിൽ സിംബാബ്വെക്കെതിരായ പോരാട്ടത്തെ വിശേഷിപ്പിക്കാം. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ലോക ചാമ്പ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മാച്ച് തന്നെയാണ്. കാരണം ഈ മത്സരത്തിൽ തോറ്റാൽ നിലവിലെ ചാമ്പ്യന്മാർ സെമി കാണാതെ പുറത്താകുന്ന ഒരു അവസ്ഥ വരും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒറ്റ തോൽവി, ആ കനത്ത തോൽവിയുടെ പുറത്ത് ഇന്ത്യൻ ടീം ആടിയുലഞ്ഞു എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ബാറ്റിംഗ് പരിശീലകൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വലിയ രീതിയിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സെലക്ഷൻ തന്നെയാണ് പാളിപ്പോയത് എന്നുള്ളത് തന്നെയാണ്. കാരണം ടോപ്പ് 3 അത് 3 ലെഫ്റ്റീസ് ആയതും അവർക്കെതിരെ കൃത്യമായി ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച എതിരാളികൾ അവരെ പുറത്താക്കിയതും ഒക്കെ തന്നെ ഇന്ത്യക്ക് അതിനൊരു മറുമരുന്ന് ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും ഒക്കെ തന്നെ ഫോം ഔട്ടും ഇന്ത്യക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നുണ്ട്. ഈ ലോകകപ്പിൽ വലിയ സ്കോർ അടിച്ചെടുത്ത് വലിയ മാർജിൽ തന്നെ സിംബാബ്വെയെ തോൽപ്പിക്കണം. ഒപ്പം തന്നെ അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ കൂടി കീഴടക്കിയാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും സിംബാബ്വെയും ചില്ലറക്കാരല്ല. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തോൽപ്പിച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന സിംബാബ്വെ ഒരുപക്ഷെ ഇന്ത്യക്കും വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ടീമിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരം കാര്യം തന്നെയാണ് ബാറ്റിംഗ് പരിശീലകൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ എന്ന് തന്നെയാണ്. എതിരാളികൾ ഈ ഓഫ് സ്പിന്നർമാരെ ഇറക്കിയിട്ടുള്ള ആ തന്ത്രത്തിന് മറുപടി കൊടുക്കാൻ സഞ്ജുവിനെ പോലൊരു താരത്തെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്നാണ് വിദഗ്ധർ എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ സഞ്ജുവിന് ടീമിലേക്കുള്ള വഴി തെളിയുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജു വന്നാൽ സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിൽ പോലും സഞ്ജു വന്നാൽ ഒരുപക്ഷെ എതിരാളികൾക്ക് ഒരു ഈസി ചാൻസ് കൊടുക്കാതെ ഇരിക്കാൻ ടീം ഇന്ത്യക്കാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വൈകാരികമായിരിക്കും ഈ മത്സരം. കാരണം സഞ്ജുവിൻ്റെ പുതിയ IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. അവിടേക്ക് സഞ്ജു വരുന്ന ഒരു ഹോം കമ്മിങ് എന്ന് വേണമെങ്കിൽ പറയാം. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം IPL മുന്നോടിയായി സ്വന്തം കാണികൾക്ക് മുന്നിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിനുമുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടം, 2 ടീമുകൾക്ക് ഒരു ഡു ഓർ ഡൈ മാച്ച് ആയതുകൊണ്ട് തന്നെ നാളത്തെ പോരാട്ടം കലക്കും, ഇല്ലെങ്കിൽ അതിഗംഭീരമാകും. ഒരു ക്ലോസ് എൻകൗണ്ടർ തന്നെ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.